ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. സംസ്ഥാനത്തെ ബാർ ഹോട്ടലുകളിലും എക്സൈസ് സർക്കിൾ ഓഫീസുകളിലും നടത്തിയ മിന്നൽ പരിശോധനയിൽ വ്യാപക ക്രമക്കേടും അഴിമതിയും കണ്ടെത്തി വിജിലൻസ്. എക്സൈസിനെതിരെയും ഗുരുതര കണ്ടെത്തൽ. മിക്ക ബാറുകളിലും എക്സൈസ് പരിശോധനയില്ല. ഉദ്യോഗസ്ഥർ കൈക്കൂലിയായി പണവും മദ്യവും വാങ്ങുന്നു. ആലപ്പുഴയിൽ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് 3.56 ലക്ഷം രൂപ മാസപ്പടി ലഭിക്കുന്നു. മലപ്പുറത്ത് എക്സൈസ് ഓഫീസിൽ നിന്ന് മദ്യം കണ്ടെത്തി. ഭൂരിഭാഗം ബാറുകളിലും സ്റ്റോക്ക് രജിസ്റ്റർ പോലുമില്ലെന്നും വിജിലൻസ് കണ്ടെത്തൽ. ഉദ്യോഗസ്ഥരുടെയും ബന്ധുക്കളുടെയും ബാങ്ക് അക്കൗണ്ട് രേഖകൾ പരിശോധിക്കാനാണ് വിജിലൻസിന്റെ നീക്കം. ഹരിമോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഹരിമോഹൻ, ഇന്നലെ കണ്ണൂരിൽ നിന്നുള്ളൊരു വാർത്ത നമ്മൾ കൊടുത്തിരുന്നു. അവിടെ ബാറിൽ ഈ പെഗ് ഒഴിക്കുന്ന മെഷറിൽ ചില ക്രമക്കേടുകൾ കണ്ടെത്തി എന്ന വാർത്തയാണ് നമ്മൾ കൊടുത്തത്. എന്നാൽ ഇന്നിപ്പോൾ പുറത്തുവരുന്ന വിവരം, സംസ്ഥാനത്തൊട്ടാകെ നടത്തിയ അന്വേഷണത്തിൽ എക്സൈസിന്റെ വിജിലൻസ് വിഭാഗം കണ്ടെത്തിയിരിക്കുന്നത് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണോ? തീർച്ചയായിട്ടും അരുൺ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ബാർ ഹോട്ടലുകളിലെ ക്രമക്കേടുകൾ മാത്രമല്ല, ആ ക്രമക്കേടുകൾക്ക് എക്സൈസ് ഉദ്യോഗസ്ഥർ കൂട്ടുനിന്നു എന്നുള്ള ഗുരുതരമായ കണ്ടെത്തലാണ് വിജിലൻസ് നടത്തിയിരിക്കുന്നത്. അതായത് ഈ ബാറുകളിൽ സെക്കൻഡ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ അനധികൃത മദ്യം അല്ലെങ്കിൽ വ്യാജ മദ്യം അതിന്റെ വിൽപ്പന നടന്നു വരുന്നു എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ രാവിലെ 10 മണി മുതൽ രാത്രി വരെ സംസ്ഥാനത്ത് 66 ബാർ ഹോട്ടലുകളിലും അതുമായി ബന്ധപ്പെട്ട് അവിടെ പ്രവർത്തിക്കുന്ന ഈ എക്സൈസ് സർക്കിൾ ഓഫീസുകളിലും പരിശോധന നടത്തിയത്. അതിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ തട്ടിപ്പുകൾ കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ കൃത്യമായി എടുത്തു പറഞ്ഞാൽ പല ജില്ലകളിലും, അതായത് കൊല്ലം ജില്ലയിലടക്കം കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലൊക്കെ വ്യാപകമായ ക്രമക്കേടുകളാണ് ഉണ്ടായിരുന്നത്. ഈ ബാറുകളിൽ ചെന്നുകൊണ്ട് ഈ ഇൻസ്പെക്ഷൻ രജിസ്റ്റർ പരിശോധിക്കേണ്ട ഉദ്യോഗസ്ഥർ പക്ഷേ അത് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുകയും അതിന് പിന്നീട്, അതായത് ഈ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് പിന്നീട് അതിന് കൈക്കൂലി വാങ്ങുന്നു. അത് പണം എന്നുള്ള രൂപത്തിൽ മാത്രമല്ല, മദ്യത്തിന്റെ രൂപത്തിലും ആ കൈക്കൂലി ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വിവരം. അതുപോലെ വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം, പത്തനംതിട്ട ജില്ലയിൽ മിന്നൽ പരിശോധനയിൽ ബാറുകൾക്ക് അവധിയായിരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ദിവസം ഒരു ബാർ ഹോട്ടലിലെ സ്റ്റോക്ക് ഗോഡൌണിൽ നിന്ന് മദ്യം എടുത്തു മാറ്റിയതായി കണ്ടെത്തിയിട്ടുണ്ട്. അത്തരത്തിൽ ചില കണ്ടെത്തലുകൾ കൂടി പല ജില്ലകളിലും നടക്കുന്നു. അതുകൂടാതെ ആലപ്പുഴ ജില്ലയിലെ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ, റേഞ്ച് ഇൻസ്പെക്ടർമാർ, വിവിധ എക്സൈസ് സ്ക്വാഡുകളിലെ ഉദ്യോഗസ്ഥർ എന്നിവർക്ക് കൈക്കൂലി ഇനത്തിൽ 3,56,000 രൂപ മാസപ്പടിയായി നൽകി. ഇത് ഉദ്യോഗസ്ഥരുടെ പേരുണ്ട്, തസ്തികയുണ്ട്, ഇത്തരം വിവിധ വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു രജിസ്റ്ററിൽ ബാറിൽ എഴുതി സൂക്ഷിച്ചിരിക്കുകയാണ്. ഇത് വിജിലൻസ് പിടിച്ചെടുത്തിട്ടുണ്ട്. കൂടാതെ നടത്തിയ ആ പരിശോധനയിൽ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് പണം നൽകിയതിന്റെ വിവരങ്ങൾ ബാർ മാനേജർ വാട്സപ്പ് വഴി ബാറിന്റെ MD-ക്ക് കൈമാറിയതിന്റെ വിവരങ്ങൾ കൂടി വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. തികച്ചും നാണക്കേട് കൂടി എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ എക്സൈസ് സേനയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു സംഭവം കൂടിയായി അത് മാറുന്നു എന്നുള്ളതാണ്. ഈ അർത്തുങ്കലിലുള്ള ഒരു ബാറിൽ ഈ കഴിഞ്ഞ ദിവസം, അതായത് ഡിസംബർ 24-ാം തീയതി സ്റ്റോക്ക് ഇറക്കിയ സമയത്ത് എക്സൈസ് ഉദ്യോഗസ്ഥർ ഹാജരായിരുന്നില്ല എന്നുള്ളത് ബാറിന്റെ CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ചുകൊണ്ട് വിജിലൻസിന് മനസ്സിലായിട്ടുണ്ട്. കൂടാതെ പാലക്കാട് മിന്നൽ പരിശോധന നടക്കുന്ന സമയത്ത് ഒറ്റപ്പാലത്തുള്ള ഒരു ബാറിൽ സ്റ്റോക്കിൽ വലിയ അളവിലുള്ള കുറവ് കാണപ്പെട്ടു. അത് പിന്നീട് ആ മദ്യം സ്റ്റോക്ക് രജിസ്റ്റർ രേഖപ്പെടുത്താതെ സൂക്ഷിച്ചിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. മലപ്പുറത്തും സമാനമായ രീതിയിൽ ഉദ്യോഗസ്ഥർ പാരിതോഷികമായി സൂക്ഷിച്ചിരുന്ന 5 കുപ്പി വിദേശ മദ്യം വിജിലൻസ് പിടിച്ചെടുത്തിട്ടുണ്ട്. അതും എക്സൈസ് ഓഫീസിൽ നിന്നാണ് ആ മദ്യം പിടിച്ചെടുത്തിരിക്കുന്നത്. ഇത് പിന്നീട് മറ്റ് നിയമ നടപടികൾക്കായി ലോക്കൽ പോലീസിന് കൈമാറിയിട്ടുമുണ്ട്. സമാനമായി തന്നെ വയനാട് ജില്ലയിൽ ബത്തേരി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ഓഫീസിൽ സംശയകരമായി കാണപ്പെട്ട ഒരു ബിയർ പാർലർ സ്റ്റാഫിന്റെ UPI ട്രാൻസാക്ഷൻ പരിശോധിച്ചതിൽ നിന്ന് പണം കൊടുത്തിട്ടുള്ളതായി കണ്ടെത്തി. അതായത് ഒരു ബിയർ പാർലറിലെ ഒരു സ്റ്റാഫിന്റെ അടുത്ത് നിന്ന് അയാളുടെ UPI വഴി എക്സൈസ് ഉദ്യോഗസ്ഥർ പണം വാങ്ങി, കൈക്കൂലി വാങ്ങി എന്നുള്ള ഒരു കണ്ടെത്തലിലേക്ക് കൂടി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ സംശയാസ്പദമായി അത് അക്കൗണ്ട് പരിശോധിക്കുമ്പോൾ എക്സൈസ് സർക്കിൾ ഓഫീസിലെ ആ ഉദ്യോഗസ്ഥന്റെ അക്കൗണ്ടിൽ 3,51,000 രൂപ, അതൊരു സംശയാസ്പദമായ രീതിയിൽ കണ്ടെത്തിയ പണമാണ്. അതിന്റെ കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ ഇന്നലെ രാത്രിയിലൊക്കെ പുറത്തു വന്നൊരു വാർത്ത, കണ്ണൂർ ജില്ലയിൽ നടത്തിയ പരിശോധനയിൽ ബിവറേജുകൾക്ക് അനുവദിച്ചിരുന്ന മദ്യം പയ്യന്നൂരിലുള്ള ഒരു ബാറിൽ വിതരണത്തിനായി സൂക്ഷിച്ചിരിക്കുന്നു. അതായത് സർക്കാർ ബിവറേജുകൾക്ക് അനുവദിച്ചിരിക്കുന്ന മദ്യമാണ് അത് ഒരു ബാറിൽ വിതരണത്തിനായി ഉപയോഗിച്ചത് കണ്ടെത്തിയത്. അതുപോലെ തന്നെ പെഗ് മെഷറുകൾ, നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ അതിന്റെ അളവിൽ വലിയ കുറവ് കണ്ടെത്തിയതിനെ തുടർന്ന് ലീഗൽ മെട്രോളജി വകുപ്പിനെ വിവരമൊക്കെ അറിയിച്ചിട്ടുണ്ട്. കാസർഗോഡും സമാനമായ രീതിയിൽ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ കണ്ടെത്തി. അതായത് ഒരു ബാറിൽ, തൈക്കാട്ടുശ്ശേരിയിലുള്ള ബാറിലേക്ക് അനുവദിച്ച മദ്യം, അതായത് ആലപ്പുഴ തൈക്കാട്ടുശ്ശേരിയിലുള്ള ബാറിലേക്ക് അനുവദിച്ച മദ്യം കാസർഗോഡുള്ള ബാറിൽ വിൽപ്പന നടത്തിയതായി മിന്നൽ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് വീണ്ടും പരിശോധന നടത്താൻ വേണ്ടി തന്നെയാണ് വിജിലൻസ് ഉദ്ദേശിച്ചിരിക്കുന്നത്. വിജിലൻസ് മേധാവി ഇതിന് നിർദ്ദേശം നൽകുകയും ചെയ്തു. കൂടാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ എക്സൈസ് ഉദ്യോഗസ്ഥർ അവരുടെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റുകൾ പരിശോധിക്കുക, ഒപ്പം തന്നെ അവരുടെ ബന്ധുക്കളുടെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റുകൾ പരിശോധിക്കുക തുടങ്ങിയ കാര്യങ്ങളിലേക്ക് കൂടി വിജിലൻസ് നീങ്ങുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ പുതുവത്സര ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മദ്യത്തിന്റെ ഉപയോഗം വളരെ കൂടുതലുള്ള കുറച്ച് ദിവസങ്ങളാണിത് എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പരിശോധന അതിവേഗത്തിൽ ഓപ്പറേഷൻ ബാർകോഡ് എന്ന പേരിൽ നടത്താൻ ഉദ്ദേശിച്ചത്. അതിലാണ് ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ക്രമക്കേട്
ക്രമക്കേടുകൾ കണ്ടെത്തിയത്. അതുകൂടാതെ തന്നെ ലൈസൻസ് വ്യവസ്ഥകൾ അടക്കം ലംഘിച്ചുകൊണ്ട് അട്ടിമറിച്ചുകൊണ്ടുള്ള നടപടിക്രമങ്ങളാണ് എക്സൈസ് ഓഫീസുകളിലും ഒപ്പം തന്നെ ബാർ ഹോട്ടലുകളിലും നടക്കുന്നതെന്നുള്ള കണ്ടെത്തലിലേക്ക് കൂടി വിജിലൻസ് എത്തിയിരിക്കുന്നു. വരും ദിവസങ്ങളിലും നടപടി തുടരും. അരുൺ, അതായത് വരും ദിവസങ്ങളിൽ നടപടി തുടരുമെന്ന് പറയുമ്പോൾ ഈ ഉദ്യോഗസ്ഥരുടെ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണത്തിലേക്ക് പോവുകയാണ്. വളരെ വ്യക്തമാണ്, ഇത്രയും ഒക്കെ ക്രമക്കേടുകൾ ഒരു വിജിലൻസ് റെയ്ഡിൽ കണ്ടെത്താൻ കഴിയുമെങ്കിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വളരെ സൈലന്റ് ആയിരുന്നു. ഈ രജിസ്റ്റർ പോലും സൂക്ഷിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഇതൊക്കെ അവിടെ ഒരു പടിയായിട്ട് ഇവർ വാങ്ങുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. തീർച്ചയായിട്ടും ഒരു മാസപ്പടി എന്നുള്ള കണക്കിൽ തന്നെയാണ് ആ പണം വാങ്ങുന്നത് എന്നുള്ളതാണ്. അതായത് ഇതിനോടകം തന്നെ പല ഉദ്യോഗസ്ഥരും ലക്ഷക്കണക്കിന് രൂപ മാസപ്പടിയായി വാങ്ങുന്നു. അത് അവിടെ തന്നെ രജിസ്റ്ററിൽ എഴുതി സൂക്ഷിക്കുക. അതായത് ബാർ ഹോട്ടലിൽ തന്നെ രജിസ്റ്ററിൽ എഴുതി അവിടുത്തെ ജീവനക്കാർ സൂക്ഷിക്കുന്നു. ഇത് പിന്നീട് ബാർ മുതലാളിക്ക് വാട്സപ്പിൽ അയച്ചു കൊടുക്കുന്നു എന്നൊക്കെയുള്ളതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തലുകളായി വരുന്നത്. മാത്രമല്ല ഇതിൽ ചില ഉദ്യോഗസ്ഥർ അവർ നേരിട്ട് വാങ്ങുന്നത് മാത്രമാണ് ഇന്നലെ കണ്ടെത്തിയിട്ടുള്ളത്. പക്ഷെ പല ഉദ്യോഗസ്ഥരും അവരുടെ ബന്ധുക്കളുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബിനാമികളുടെയോ ഒക്കെ പേരിലാണ് പണം വാങ്ങുന്നത്. മാത്രമല്ല ആരും ബാർ ഹോട്ടലിൽ നേരിട്ട് ഒരു പരിശോധനയ്ക്ക് പോകുന്നില്ല എന്നുള്ളതാണ് വിജിലൻസ് കണ്ടെത്തിയ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇവരാരും തന്നെ ഒരു ഇൻസ്പെക്ഷന്റെ ഭാഗമായി നേരിട്ട് പോകുന്നില്ല. അതേസമയം ഈ രജിസ്റ്റർ നോക്കിക്കൊണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒപ്പിടുന്ന അടക്കമുള്ള ചടങ്ങുകളൊക്കെ പൂർത്തീകരിക്കുന്നത് എക്സൈസ് ഓഫീസിൽ ഈ പറയുന്ന ജീവനക്കാർ ബാർ ഹോട്ടലിൽ നിന്ന് ഇൻസ്പെക്ഷൻ രജിസ്റ്റർ അടക്കം കൊണ്ടു കൊടുക്കും. അതിനോടൊപ്പം തന്നെ പാരിതോഷികമായി മദ്യക്കുപ്പികൾ കൊടുക്കും, പണം കൊടുക്കും. അതെല്ലാം അവിടെ ഇരുന്ന് ഓഫീസിൽ ഇരുന്നു കൊണ്ട് ചെയ്യുക, പാരിതോഷികം വാങ്ങുക എന്നുള്ള പരിപാടികളിലാണ് ഈ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ നിൽക്കുന്നത്. അതുകൊണ്ടാണ് കൃത്യമായി തെരഞ്ഞെടുത്ത 66 ബാർ ഹോട്ടലുകളും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എക്സൈസ് സർക്കിൾ ഓഫീസുകളിലും ഇന്നലെ പരിശോധന നടത്തുന്നത്. ഉദ്യോഗസ്ഥർക്കെതിരായിട്ടുള്ള നടപടികളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റുകൾ പരിശോധിക്കാനുള്ള നീക്കത്തിൽ വിജിലൻസ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇത് ബാർ ഹോട്ടലുകൾക്കെതിരെ ലീഗൽ മെട്രോളജി വകുപ്പിനെതിരെയും അതായത് എക്സൈസ് വകുപ്പിനും ഇത്തരത്തിൽ വിവരം അറിയിക്കുക, തുടർന്ന് ആ നടപടികൾ അവർ സ്വീകരിക്കുക എന്നുള്ളതാണ്. പക്ഷേ വിജിലൻസിനെ സംബന്ധിച്ച് വിജിലൻസ് എക്സൈസ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ഇനിയിപ്പോൾ നടപടികൾ സ്വീകരിക്കാൻ പോകുന്നത്. കേസ് എടുക്കേണ്ട സാഹചര്യം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് വിജിലൻസിന്റെ പ്രാഥമിക നിഗമനം. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ പല ഉദ്യോഗസ്ഥർക്കുമെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്യുമെന്നുള്ള സാഹചര്യം തന്നെ നിലനിൽക്കുന്നു. കുടുക്കാൻ വേണ്ടിയാണല്ലോ ഈ വിജിലൻസിന്റെ റെയ്ഡ് നടക്കുന്നത്. താങ്ക് യു ഹരി. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്കറിയാമോ ഇന്നലെ കണ്ണൂരിൽ റെയ്ഡ് നടന്നപ്പോൾ അവിടെ ഈ ലീഗൽ മെട്രോളജി വിഭാഗം നടത്തിയ റെയ്ഡിൽ കണ്ടെത്തിയത് പെഗ് ഒഴിച്ചു കൊടുക്കുന്ന മെഷർ ഉണ്ടല്ലോ, ഈ പെഗിന്റെ മെഷർ, ആ മെഷറിനകത്ത് വ്യത്യാസം. 3 പെഗ്ഗൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ 30 മില്ലി ലിറ്റർ കൊടുക്കുന്നതിന് പകരം കൊടുക്കുന്നത് എത്രയാണെന്നറിയാമോ? 24 മില്ലി ലിറ്റർ. 6 മില്ലി ലിറ്റർ കൊടുക്കൂല. ഇതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പാവപ്പെട്ട ഒരു 3 പെഗ് അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഓഫായി പോകുന്നുണ്ട്. എത്ര കഴിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് വലിയ ബോധ്യം ഉണ്ടാവത്തില്ല. അപ്പോൾ ഇതാണ് അവിടെ ബാർ വിഭാഗത്തിൽ നടന്ന തട്ടിപ്പ്. ഇതിൻ്റെയൊക്കെ ലാഭം എങ്ങോട്ടാണ് പോകുന്നത്? മലപ്പുറത്ത് നിന്ന് എക്സൈസ് ഓഫീസിൽ നിന്ന് തന്നെ മദ്യക്കുപ്പികൾ കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടാവുന്നു. വേലി തന്നെ വിളവ് തിന്നാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ടാണ് വിജിലൻസ് ഇപ്പോൾ റെയ്ഡുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. വിജിലൻസിന്റെ റെയ്ഡിൽ നിരവധി ഉദ്യോഗസ്ഥർ പെട്ടിട്ടുണ്ട്. അവരുടെയൊക്കെ ബാങ്ക് അക്കൗണ്ടുകളും ബന്ധുക്കളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസുകളും ഒക്കെ പരിശോധിക്കുകയാണ്. ഏത് തട്ടിപ്പും പുറത്തു കൊണ്ടുവന്നേ മതിയാകൂ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ